പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഡ്വാൻസ് മോഡൽ വെർബിനെ പറ്റിയാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. അഡ്വാൻസ് മോഡൽ വെർബിലേക്ക് പോകുന്നതിന് മുമ്പ് മോഡൽ വെർബിനെ പറ്റി ഞാൻ ചുരുക്കി പറയാം. നിങ്ങൾ പലർക്കും അറിയാമെന്ന് കരുതുന്നു. ബേസിക് മോഡൽ വെർബ്സ് നെസസിറ്റി, പോസിബിലിറ്റി, പെർമിഷൻ, എബിലിറ്റി എന്നിവയെ പ്രകടിപ്പിക്കുന്ന ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ സഹായക്രിയകളാണ്. ഇത് മെയിൻ വെർബിനെ വിവരിച്ചിരിക്കുന്ന പ്രവർത്തനത്തെയോ അവസ്ഥയെയോ കൂടുതൽ അർത്ഥം ചേർക്കുവാൻ മെയിൻ വെർബിന് ഒപ്പം ഉപയോഗിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രൈമറി ഫങ്ഷൻ. ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചാനലിലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് അത് കണ്ട് മനസ്സിലാക്കാം. ഇനി അഡ്വാൻസ് മോഡൽ വെർബ് എന്തെന്ന് നോക്കാം. അഡ്വാൻസ് മോഡൽസ് ബേസിക് മോഡൽസിനപ്പുറമുള്ള നെസസിറ്റി, പോസിബിലിറ്റി, പെർമിഷൻ, എബിലിറ്റി എന്നിവയുടെ അളവ് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് സഹായക്രിയകൾ ആണ്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ought to ഇൻഡിക്കേറ്റ് മോറൽ ഒബ്ലിഗേഷൻ ഓർ അഡ്വൈസബിലിറ്റി. ധാർമ്മിക ബാധ്യതയെയും ഉപദേശങ്ങളെയും പ്രകടിപ്പിക്കുന്നു. എക്സാമ്പിൾ, യു ought to apologize for your mistake. രണ്ട്, had better suggest a strong recommendation or warning. Example, we had better wear face mask when we travel in public transport. 3, need to shows necessity or obligation. Example, we find that there is still a need for further discussion. 4, used to describes a past habit or state. ഒരു മുൻകാല ശീലം അല്ലെങ്കിൽ അവസ്ഥയെ കാണിക്കുന്നു. എക്സാമ്പിൾ, I am not used to eat so much for breakfast. 5, would rather എക്സ്പ്രസസ് എ പ്രിഫറൻസ്, മുൻഗണന പ്രകടിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഷി വുഡ് റാദർ ഡ്രൈവ് ദാൻ ടേക്ക് ദ ട്രെയിൻ. അഡ്വാൻസ് മോഡൽ വെർബിന് കാര്യങ്ങൾ കൂടുതലായി വ്യക്തമാക്കി അറിയിക്കാൻ സാധിക്കുന്നു. കൂടുതൽ സങ്കീർണമായ ഭാഷാ ഉപയോഗത്തിനും അവ സഹായിക്കുന്നു. ഒരു കാര്യത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അല്ലെങ്കിൽ തീവ്രതകൾ അറിയിക്കാൻ അവയ്ക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന്, മസ്റ്റ് സ്ട്രോങ് നെസസിറ്റിയെ കാണിക്കുന്നു, എന്നാൽ ഷുഡ് മൈൽഡ് നെസസിറ്റിയെ കാണിക്കുന്നു. അതുപോലെ മൈറ്റ് ലോ പോസിബിലിറ്റിയെയും കുഡ് മോഡറേറ്റ് പോസിബിലിറ്റിയെയും വിൽ ഹൈ സർട്ടനിറ്റിയെയും കാണിക്കുന്നു. ഒബ്ലിഗേഷന് ഹാവ് ടു സ്ട്രോങ് ഒബ്ലിഗേഷനും ought to മോറൽ ഒബ്ലിഗേഷനെയും കാണിക്കുന്നു. ഇനി ബേസിക് മോഡലും അഡ്വാൻസ് മോഡലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം. കോംപ്ലക്സിറ്റി, സങ്കീർണത. അഡ്വാൻസ് മോഡൽ വെർബിന് സങ്കീർണമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു, എന്നാൽ ബേസിക് മോഡൽസ് വളരെ ലളിതമാണ്. യൂസേജ്, ദിവസേനയുള്ള സംഭാഷണത്തിൽ ബേസിക് മോഡൽസ് കൂടുതലായി ഉപയോഗിക്കുന്നു. അതേസമയം അഡ്വാൻസ് മോഡൽസ് കൂടുതൽ സ്പെസിഫിക് കോണ്ടക്സ്റ്റിൽ ഉപയോഗിക്കുന്നു. അഡ്വാൻസ് മോഡലിന് വളരെ സൂക്ഷ്മമായി ഒബ്ലിഗേഷൻ, നെസസിറ്റി, പ്രിഫറൻസ്, അഡ്വൈസബിലിറ്റി എന്നീ കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും. ബേസിക് മോഡൽ വെർബ്സും അഡ്വാൻസ് മോഡൽ വെർബ്സും ഉചിതമായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വിവിധ സാഹചര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമായും കൃത്യമായും ആശയവിനിമയം നടത്താൻ കഴിയും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.